വീണ്ടും ഇടുക്കി ലോക്കാട് എസ്റ്റേറ്റിൽ റേഷൻ കട തകർത്തു പടയപ്പ. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി രാഹുൽ വിജയൻ നമുക്കൊപ്പം ചേരുന്നു. രാഹുൽ, ഇപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന പോലെ ഗ്യാപ്പ് റോഡിലാണോ ഈ കാട്ടാനയുള്ളത്? ഈ പടയപ്പ 2 ദിവസങ്ങളായി ജനവാസ മേഖലയിൽ തന്നെ നിൽക്കുകയാണ്. എന്താണ് വനം വകുപ്പ് നടപടികൾ എടുക്കുന്നില്ലേ കാട്ടിലേക്ക് കയറ്റിവിടാൻ? അതോ ഇത് അപകടമൊന്നും ചെയ്യാത്ത ആനയായതുകൊണ്ട് അവിടെ തുടരട്ടെ എന്നാണോ? മൂന്നാർ പടയപ്പയുടെ ആവാസ മേഖലയായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആളുകൾക്കൊരു വലിയ ആശങ്ക എന്ന് പറയാനൊന്നുമില്ല. പക്ഷേ ഇടയ്ക്കിറങ്ങി ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ ആളുകൾക്ക് ചെറിയ ദേഷ്യം വരും. ആനയെ വനത്തിലേക്ക് തുരത്തണമെന്നൊക്കെ പറയാറുണ്ട്. ഇന്നലെ മുതൽ ഈ ജനവാസ മേഖലയിൽ പടയപ്പയുണ്ട്. ഇന്നലെ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന മൂന്നാർ ഗ്യാപ്പ് റോഡിൽ വാഹനങ്ങൾ തടയുന്ന ദൃശ്യങ്ങളാണ്. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് ഈ ലോക്ക്ഹാർട്ട് എസ്റ്റേറ്റിലെ റേഷൻ കട ആക്രമിച്ചത്. റേഷൻ കട ആക്രമിക്കുക മാത്രമല്ല, അതിന്റെ അകത്ത് നിന്ന് 2 അരിച്ചാക്കുകൾ പുറത്തെടുത്തിട്ട് അരി അകത്താക്കുകയും ചെയ്തു എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നിലവിൽ ഇപ്പോൾ ഈ ജനവാസ മേഖലയിലില്ല. ചെറിയ ചോല വനത്തിലേക്ക് ആന മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്. എന്തായാലും ആളുകൾക്ക് നേരെ അക്രമം നടത്താത്തത് വലിയൊരു ആശ്വാസമായി തന്നെ കാണുന്നുണ്ട്. പക്ഷെ ഇത്തരം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയാൽ അത് വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. വനം വകുപ്പാണ് ഇതിൽ നടപടി സ്വീകരിക്കേണ്ടത്. ഓക്കെ, താങ്ക് യു രാഹുൽ വിജയൻ. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.